ഹലോ ഫ്രണ്ട്സ്, മനൂസ് വർക്ക് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു PVC പൈപ്പ് വെച്ച് എങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്ന നേരെ വീഡിയോയിൽ ഇട്ടാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇതൊരു 22 സെൻറ്റിമീറ്റർ കാണും. നമുക്കിതിനകത്തുനിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് ഒരു സ്കെയിലും മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാനൊരു ചെറിയ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡ് ഭാഗം കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ നൈഫ് എടുത്തിട്ട് ഇതുപോലെ ചൂടാക്കുക. എന്നിട്ട് സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത പീസ് കളയാൻ പാടില്ല, അത് നമ്മൾ പരത്തിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്നാക്സിൻ്റെ പാക്കറ്റാണ്. അകത്ത് സിൽവർ കോട്ടിംഗ് ഉള്ള ടൈപ്പ് ഒരു പാക്കറ്റ് വേണം. ഇനി നമ്മൾ എന്നിട്ട് PVC ഷീറ്റ്, നമ്മൾ പരത്തിയെടുത്ത PVC ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അതേ അളവിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഷീറ്റ് അതിനകത്തേക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു LED സ്ട്രിപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ LED സ്ട്രിപ്പ് വാങ്ങാവുന്നതാണ്. ഇനി നമുക്കത് അതിനകത്തേക്ക് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കാം. അതിനായിട്ട് LED സ്ട്രിപ്പിൻ്റെ 2 പോസിറ്റീവും നമ്മൾ ഒരുമിച്ച് സോൾഡർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ LED സ്ട്രിപ്പിൻ്റെ നെഗറ്റീവ്സും ഒരുമിച്ച് സോൾഡർ ചെയ്യണം. ഇനി നമുക്ക് 2 വയർ എടുത്തിട്ട് സോൾഡർ ചെയ്ത് പുറത്തെടുക്കാനുണ്ട്. അതിൻ്റെ നെഗറ്റീവിൽ നിന്ന് ബ്ലാക്ക് വയറും പോസിറ്റീവിൽ നിന്ന് ഒരു റെഡ് വയറും പുറത്തേക്ക് എടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ സോൾഡർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ LED സ്ട്രിപ്പ് ഒട്ടിച്ച ആ പീസ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാം. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഫെവിക്കോ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് നമ്മുടെ ആ PVC പൈപ്പിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത പീസിനാണ് കുറച്ചും കൂടി സൈസ് കൂട്ടി നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. അതിന് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിനെ മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ സാൻഡ് ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് കയറ്റി വയ്ക്കാം. ഇപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അതിൻ്റെ അന്ന് ലൈറ്റ് വരുമ്പോൾ. അതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് വയ്ക്കുന്നത്. നമുക്കിതുപോലെ ചെറിയ ഒരു സെമി സർക്കിൾ PVC ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിനകത്തേക്ക് നമ്മുടെ ആ സിൽവർ പേപ്പർ ഒട്ടിച്ച് വയ്ക്കുക. നമുക്ക് ആ കാണുന്ന ഗ്യാപ്പിലേക്ക് ഈ PVC ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലൈറ്റ് പുറത്തേട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കണേ. ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം.
ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് വേണം. ഇനി നമ്മൾ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ അതിൻ്റെ കുറേ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി ഒരു ഷീറ്റാക്കി മാറ്റണം. ഇനി നമുക്ക് ആ എമർജൻസിയുടെ 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ മുകളിലും താഴെയായിട്ട് 2 മൂടി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PVC ഷീറ്റിൽ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ആ 2 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം. നമുക്കിതൊരു സ്വിച്ച് ആവശ്യമുണ്ട്. നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ പീസിൽ നിന്ന് നമുക്ക് അതിനകത്ത് ഒരു സ്വിച്ച് പിടിപ്പിക്കാനുണ്ട്. അതിന് നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ട് സ്വിച്ച് അതിനകത്തേക്ക് കെയർഫുള്ളായിട്ട് ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് ആ സ്വിച്ചിലേക്ക് LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന റെഡ് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേറൊരു റെഡ് വയർ എടുത്തിട്ട് സ്വിച്ചിൻ്റെ 2ാമത്തെ ടെർമിനലിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 വയറും പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് ആ മൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ചാർജർ മൊഡ്യൂൾ വേണം. അത് നമ്മൾ 2ാമത് കട്ട് ചെയ്ത സർക്കിൾ പീസിനകത്തേക്ക് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസ് അതായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചാർജറിൻ്റെ പോർട്ടിന് വേണ്ടിയുള്ളൊരു ഓപ്പണിങ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ചാർജറിൻ്റെ മൊഡ്യൂൾ അതിനകത്തേക്ക് ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് 2 വയർ നമുക്ക് സോൾഡർ ചെയ്ത് പുറത്തെടുക്കാം. ഇത് ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം അതിൻ്റെ പോസിറ്റീവും പരന്നിരിക്കുന്ന ഭാഗം നെഗറ്റീവുമാണ്. ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ബോർഡിൻ്റെ ഔട്ടിൻ്റെ B+ഉം B- നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ കണക്ഷൻ കൊടുക്കാം. LED റെഡ് വയർ, അതായത് LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന റെഡ് വയർ B+ലേക്കും LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ B- നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ബാറ്ററിക്ക് ചുറ്റും ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഷോർട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ബാറ്ററി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ബേസ് ഒട്ടിക്കാം. നമുക്ക് അതിനായിട്ട് ഒരു ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ ചെറിയൊരു PVC പൈപ്പിൻ്റെ ഒരു പീസ് നമുക്ക് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ PVC പൈപ്പിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോർമലായി നമ്മൾ യൂസ് ചെയ്യുന്ന
5 വോൾട്ട് 1 ആമ്പിൻ്റെ ബാറ്ററി ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ചാർജ് ഫുള്ളായി കഴിയുമ്പോൾ ഒരു ബ്ലൂ കളർ ലൈറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന് നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ.